കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തി. സ്പോട്ട് 6 നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ധർമ്മസ്ഥലയിൽ നിന്ന്. റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നത്തെ പരിശോധനയിലാണ് ചില സുപ്രധാന വിവരങ്ങൾ വരുന്നത്, അല്ലേ? വിജയകുമാർ, നേത്രാവതി പുഴയുടെ കരയിലുള്ള 6ാം സ്പോട്ട്, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന, ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണുമാന്തി പരിശോധിക്കുന്ന ഈ സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൽ 3ാം ദിവസത്തെ തെരച്ചിലിൽ ആദ്യ സ്പോട്ടിൽ നിന്നും അദ്ദേഹം പറഞ്ഞതുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല അസ്ഥികൂടം തന്നെ ലഭിച്ചിരിക്കുന്നു. പകുതി അസ്ഥികൂടമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ സ്പോട്ടിൽ ഇന്ന് രാവിലെ പരിശോധന തുടങ്ങിയത് മുതൽ 2 മണിക്കൂറായി ഇവിടെ തന്നെയാണ് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്പോട്ടിൽ ഇപ്പോൾ പമ്പ് സെറ്റ് പോലും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിശോധന, ഇവിടേക്ക് JCB എത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ മണ്ണിനടിയിൽ നിന്ന് ഒടുവിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. മണ്ണിലെ രഹസ്യങ്ങൾ ഓരോന്നായി ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്ന കാഴ്ചകൾ, അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്പോട്ട് നമ്പർ 6 നടത്തിയ പരിശോധന, ആ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥികൂടത്തിന്റെ പകുതി ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ശുചീകരണ തൊഴിലാളി ഉറപ്പിച്ചു പറഞ്ഞിരുന്നു, ആവർത്തിച്ചു പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള പരിശോധനയിൽ ഒരു ഫലം കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്നും മണ്ണിനടിയിൽ നിന്നും ഇപ്പോൾ ഒരു മൃതദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട SIT ഉദ്യോഗസ്ഥരൊക്കെയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. 6ാം സ്പോട്ടിൽ കഴിഞ്ഞ കുറേ നേരമായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥർ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ആ സ്പോട്ട് ഈ കാട് കയറി പുഴയുടെ ഇപ്പുറത്തെ കരയിലായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയുള്ള പരിശോധനയിൽ നിന്നും ഒടുവിൽ ഒരു തുമ്പ് കണ്ടെത്തിയിരിക്കുന്നു. വെറുതെ നടത്തിയ ഒരു മൊഴിയല്ല, അല്ലെങ്കിൽ വെറുതെ വന്ന് പറഞ്ഞ ചില വാക്കുകളല്ല, മറിച്ച് അതിനൊക്കെയും ഒരു സ്ഥിരീകരണം ഉണ്ടാകാൻ പോകുന്നു. ധർമ്മസ്ഥലയിലെ നിഗൂഢതകളിലേക്ക് ആദ്യമായി വെളിച്ചം വീശുന്ന ഒന്ന് മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതും വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 20 വർഷമൊക്കെയും ആയിട്ടുണ്ടാകും അദ്ദേഹം ഈ കൃത്യം ചെയ്തിട്ട് ഇവിടെ നിന്ന് മടങ്ങിയിട്ട്. അപ്പോൾ ആ തരത്തിൽ അന്ന് മുതലേ തുടങ്ങിയ ഈ കുഴിച്ചിടൽ, അതിൽ നിന്നും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ആ അസ്ഥികളിൽ ഒന്ന് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, മണ്ണിനടിയിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ ഇവിടെ പല സ്പോട്ടുകളായി തിരിച്ച് 13 സ്പോട്ടുകൾ അദ്ദേഹം ഇവിടെ മാർക്ക് ചെയ്തിരുന്നു. അതിൽ 6ാം സ്പോട്ടിലൊക്കെ 7-8 മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം മൊഴി നൽകിയിരുന്നത്. ആ മൊഴി അനുസരിച്ച് എന്തായാലും ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഈ മഴയും കുത്തിയൊലിക്കുന്ന പുഴയും ഒക്കെ കടന്ന് പ്രളയം വരെ വന്ന സ്ഥലമാണ്. അവിടെയൊക്കെയും അതൊക്കെ ശേഷിക്കെ അവിടെ അതിജീവിച്ച് ഒരു മൃതദേഹം അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം അവിടെ ഉണ്ട് എങ്കിൽ അത് സത്യത്തിന്റെ തരിമ്പാണ്. ആ സത്യത്തിന്റെ തരിമ്പ് ഇവിടെ നിന്ന് വെളിച്ചത്തേക്ക് വരികയാണ്, വെളിപ്പെടുകയാണ്. എങ്ങനെയാണ് ഇനി ആരുടെ മൃതദേഹമാണ് എന്ന് കണ്ടെത്തണം, ആരാണ് കൊന്നത് എന്ന് കണ്ടെത്തണം, എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചത് എന്ന് കൃത്യമായി കണ്ടുപിടിക്കണം, ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം കഴിഞ്ഞ 2 ദിവസമായി പരന്നിരുന്ന ഒരു ആശങ്കയുണ്ട്. ശുചീകരണ തൊഴിലാളി ഉറപ്പിച്ചു പറഞ്ഞ ഇടങ്ങളിൽ എവിടെ മൃതദേഹം എന്ന് ചോദിച്ചുകൊണ്ട് പരന്ന ഒരു ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക് എന്തായാലും അറുതി വന്നിരിക്കുന്നു. അദ്ദേഹം കാണിച്ചു കൊടുത്ത ഒരു സ്പോട്ടിൽ നിന്നും, അദ്ദേഹം കൃത്യമായി മാർക്ക് ചെയ്തു കൊടുത്ത 6ാം നമ്പർ സ്പോട്ടിൽ നിന്നും ഇപ്പോൾ എന്തായാലും ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ പാതി ശരീരം കണ്ടെത്തിയിരിക്കുന്നു, അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. ആ അസ്ഥികൂടത്തിൽ നിന്നാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിശോധനയും നടത്തേണ്ടത്. അതിനെ തെളിയിക്കുന്ന ഒന്നെങ്കിലും കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുമുണ്ട് സ്പോട്ടുകൾ ബാക്കി ഏതാണ്ട് 7 സ്പോട്ടുകൾ ഇനിയുമുണ്ട്, ഇവിടെ തന്നെയുണ്ട്. ആ 7 സ്പോട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ മൃതദേഹങ്ങൾ കൊടുത്തിട്ടുള്ള പല സ്പോട്ടുകളുമുണ്ട്. അങ്ങനെ ഒരു സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ ഒരെണ്ണം കണ്ടെത്തിയിരിക്കുന്നത്. റോഡിനോട് ചേർന്നുള്ള സ്പോട്ടുകളൊക്കെ വരുമ്പോഴും ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ മറച്ചു പിടിക്കാൻ കഴിയില്ല. അവർക്ക് ആ സത്യം നമ്മുടെ മുന്നിൽ ഉൾപ്പെടെ കാട്ടിത്തരേണ്ടി വരും. എന്തായാലും ധർമ്മസ്ഥലയിൽ പുകഞ്ഞിരുന്നത്, ധർമ്മസ്ഥലയിൽ ഒളിച്ചിരുന്നത്, ധർമ്മസ്ഥലയിൽ മറഞ്ഞിരുന്നതൊക്കെയും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വെറുതെ ഒരു പകലിൽ വന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തലല്ല, അല്ലെങ്കിൽ കോടികൾ വാങ്ങിക്കൊണ്ട് ആർക്കെങ്കിലും എതിരെ നടത്തിയ ഒരു വെളിപ്പെടുത്തലല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമെങ്കിലും ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിക്ക് ആളുകളുടെ മുന്നിലേക്ക് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടം ഈ സമയത്ത് എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.